ഇതാ ഇപ്പോൾ ഒരു ഹമ്മിങ് കേൾക്കുന്നുണ്ടല്ലോ. ഇതാ ഇത് വോളിയം കൺട്രോളാണ്. ഇപ്പോൾ ഫുൾ കുറച്ചു. ഇപ്പോഴും നിങ്ങൾക്ക് ഹമ്മിങ് കേൾക്കാം. ശ്രദ്ധിച്ച് നോക്കൂ. ഞാൻ ഈ വയറാണ്ട് കൊടുത്തിയാൽ സൈലൻറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സർക്യൂട്ടിൽ ചില സമയത്ത് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അതായത് നമ്മൾ സർക്യൂട്ട് ചെയ്യുമ്പോൾ അബദ്ധത്തിൽ ചില എർത്ത് കണക്ഷനിൽ വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ ഹമ്മിങ് വരാം. അപ്പോൾ അത് സിറ്റുവേഷൻ നമ്മുടെ സർക്യൂട്ട് അനുസരിച്ചാണ് വരിക. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഓർഡിനറി പ്രൊലോജിക് ബോർഡ് ആഡ് ചെയ്യുകയാണെങ്കിലും ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗെയിൻ ബോർഡ് ആഡ് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ ജാതി പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. അത് സർക്യൂട്ട് ആൻഡ് സിറ്റുവേഷൻ അനുസരിച്ചാണ് വരിക. അപ്പോൾ ഇതിൽ നമുക്കത് ഏത് രീതിയിൽ വരും, അതെങ്ങനെ സോൾവ് ചെയ്യാം, അതുപോലെ ഇനിയിപ്പോൾ വരാൻ സാധ്യത എങ്ങനെയായിരിക്കും കൂടി നമ്മൾ നോക്കിയാലോ. അപ്പോൾ ഇതിലെ കണക്ഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മോണോ ബോർഡാണ്. അതായത് 4 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 27 റെക്ടിഫയർ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് അത് ഡുവൽ സപ്ലൈ ആക്കിയിട്ടാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബാസ്റ്റബിൾ കൺട്രോൾ, ഒരു USB പാനലും ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 5 വോൾട്ട് ഈ റെക്ടിഫയറിൽ നിന്ന് ഒരു 12 വോൾട്ട് സെക്ഷൻ ഉണ്ട്. അതായത് യെല്ലോ വയർ 12 വോൾട്ടാണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് 12 വോൾട്ട് എടുത്തിട്ട് നമ്മൾ ബാസ്റ്റബിൾ കൺട്രോളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ റെഗുലേറ്റ് ചെയ്തിട്ട് 5 വോൾട്ടിലേക്ക് അതായത് USB-യുടെ കണക്ഷനും കൊടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ബാസ്റ്റബിൾ ഔട്ട്പുട്ടിൽ നമ്മളൊരു വോളിയം കൺട്രോൾ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നമുക്ക് ആ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഹമ്മിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഓൺ ആയിട്ടുണ്ടോ എന്ന് പോലും സംശയം വരും. ഇപ്പോൾ ഇത് പ്ലേ ചെയ്യുന്നുണ്ട് കണ്ടോ, വളരെ സൈലൻ്റ് ആയിരിക്കും. നമ്മൾ വോളിയം കൊടുത്താൽ കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ശരിക്കും ആ സർക്യൂട്ട് കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു സ്ഥലത്ത് ഞാനിവിടെ എർത്ത് ലിങ്ക് ചെയ്തപ്പോഴാണ് എനിക്കിവിടെ ഹമ്മിങ് അനുഭവപ്പെട്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതേപോലെ ഇനി ഏത് തരത്തിൽ ഇത് നമ്മൾ സർക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ തുടക്കക്കാർ ഒരുപാട് സീനിയേഴ്സ് നമ്മളെ നാട്ടിലുള്ള അവർ ചെയ്യുമല്ല, അപ്പോൾ അവർക്കല്ല ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനത്തെ കണക്ഷൻസ് ചെയ്ത് എക്സ്ട്രാ ബോർഡുകളൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത്. എന്നിട്ട് അതിന് മുകളിൽ സമയം പോവും, ആകെ മെനക്കെടാവും. അപ്പോൾ സർക്യൂട്ട് ഏകദേശം ഏത് രീതിയിലാണ് ആ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ റൂട്ട് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കണക്ഷൻ അയച്ച് പരീക്ഷിക്കേണ്ട. അപ്പോൾ ഈ റെക്ടിഫയർ ഇത് മൊത്തം കണക്ഷനും ജസ്റ്റ് സിമ്പിളി കൊണ്ട് കണക്ട് ചെയ്താണ്. അതുകൊണ്ടാണ് ഈ രീതി കിടക്കുന്നത്. നമുക്ക് നീറ്റിൽ വയറിങ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് കൊടുത്തതിൽ ഈ കാണുന്നതാണ് ഈ നമ്മുടെ ഡുവൽ സപ്ലൈയുടെ ഗ്രൗണ്ട് സെൻറ്റർ പോയിന്റ് വരുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ പിന്ന് വരുന്നത്. അതേപോലെ 2 കപ്പാസിറ്റേഴ്സ് ഇവിടെ ജോയിൻ്റ് ആവുന്ന ആ പോയിന്റ്, ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് പോയിന്റ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടേക്ക് 12 വോൾട്ട് സപ്ലൈ വരുന്നത് 12 കണക്ഷൻ്റെ ഗ്രൗണ്ടിലേക്ക് ഈ കണക്ഷൻ എടുത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ നോക്കിയേ, കേൾക്കുന്നുണ്ടോ അറിയില്ല, നോയ്സ് ഹമ്മിങ് ആണ് പറയും. അത് ഹമ്മിങ് അല്ല, അത് ഇടി വെട്ടുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഈ റെഗുലേറ്ററിൻ്റെ സപ്ലൈ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഒരു 12 വോൾട്ട് ആൻഡ് പോസിറ്റീവ് ഗ്രൗണ്ട് നമ്മൾ ബാസ്റ്റബിളിലേക്ക് കൊടുത്തു. ഒരു കുഴപ്പമില്ല, വളരെ നീറ്റാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ നോ സിഗ്നലിൽ ഓക്കെ, ഹമ്മിങ് ഇല്ല, ക്ലിയർ, നല്ല ക്ലിയർ ഓഡിയോ. അപ്പോൾ ഇനി എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് ഒന്ന് മനസ്സിലായല്ലോ. നമ്മൾ അനാവശ്യമായിട്ട് ഗ്രൗണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ, അപ്പോൾ അനാവശ്യ ഗ്രൗണ്ട് ലിങ്കിങ് ഒഴിവാക്കുക. സെപ്പറേറ്റ് സപ്ലൈ സർക്യൂട്ടുകളാക്കുക. ഇതിലേക്ക് സെപ്പറേറ്റ് സപ്ലൈ സർക്യൂട്ട്, ഇതിലേക്ക് ഒരു സെപ്പറേറ്റ് സപ്ലൈ സർക്യൂട്ട്, എല്ലാം സെപ്പറേറ്റ്. ഇപ്പോൾ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, ഒരു ആംപ്ലിഫയറിലേക്ക് ഒരു പ്രീആംപ് എക്സ്ട്രാ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ പ്രീആംപിന് സെപ്പറേറ്റ് സപ്ലൈ സർക്യൂട്ട്, അതിൽ നിന്നൊരു ലൈനിൻ സിഗ്നൽ എടുത്ത് നമ്മളൊരു RCA വഴി മറ്റോ നമ്മൾ മെയിൻ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹമ്മിങ് ഇല്ല, നോയ്സ് ഇല്ല, ഒന്നുമില്ല. അതേപോലെ സെപ്പറേറ്റ് സർക്യൂട്ടായിട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആണ്. കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മറ്റ് സർക്യൂട്ടുകൾ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുഴപ്പം വരുന്ന അടുത്ത പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ, സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് ഈ ടൈപ്പ് കൊടുക്കുമല്ല, നമുക്കിവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ട ചില സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡുകളുണ്ട്. അത് കണക്ട് ചെയ്യുമ്പോഴാണ് കുഴപ്പം. കാരണം ഇതിലേക്ക് വരുന്നത് ഡയറക്റ്റ് AC ഇൻപുട്ടാണ്. ഇവിടെ സിഗ്നൽ ഇതിന് പവർ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നോർമൽ റെക്ടിഫയർ ആണുള്ളത്. അത് ഈ വരുന്ന 12 വോൾട്ടിൻ്റെ സെക്ഷനിൽ നിന്നുള്ള ഈ 12 വോൾട്ട് സപ്ലൈ എടുത്തിട്ട് നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്തായി, ഇവിടെ ഒരു റെക്ടിഫൈഡ് DC വോൾട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു റെക്ടിഫൈഡ് DC വോൾട്ടേജ് സെയിം ഉണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ട ടൈപ്പ് ആണെങ്കിൽ ഈ നമ്മൾ സ്പീക്കറിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു, നമുക്ക് അവിടെ ഗ്രൗണ്ട് ലൂപ്പിംഗ് വരുന്നു. നമുക്ക് എന്ത് സംഭവിക്കുന്നു,
ഹമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ഫിൽട്ടർ ചെയ്തിട്ടുള്ള 12 വോൾട്ട് DC എടുത്തിട്ട് നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ DC എടുത്തിട്ട് ഡയറക്റ്റ് DC ഔട്ട്പുട്ട് എടുത്താണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഹമ്മിങ് ഒഴിവായി കിട്ടും. പക്ഷേ അത് അങ്ങനെയുള്ള ബോർഡുകൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രശ്നമുള്ളൂ. പിന്നീട് വരുന്നത് ഇങ്ങനെയുള്ള പ്രോലോജി കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോഴും സെയിം ഇതിനെയും അതായത് ഈ 12 വോൾട്ട് ഈ സ്റ്റേജ് പ്രീ സ്റ്റേജിനെ മൊത്തത്തിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നിർത്തിയ ഒരു കുഴപ്പമില്ല. നമുക്ക് സിഗ്നൽ മാത്രം പവർ ആംപ്ലിഫയറിലേക്ക് കയറിയാൽ മതി. കുറഞ്ഞാൽ എർത്തിങ് മര്യാദക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ വരുന്നതെന്ന് കാണിച്ചു തരാം. ഓണാക്കി ഹമ്മിങ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്ട്രാ നമുക്ക് എർത്തിങ് നമുക്ക് പോസിബിലിറ്റി തോന്നുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് കണക്ട് ചെയ്യാണ്. ഇപ്പോഴോ അതായത് എടുക്കുകയാണേ. അതായത് എർത്തിങ് കുറഞ്ഞാലും എർത്തിങ് കൂടിയാലും, എർത്തിങ് മീൻസ് ഗ്രൗണ്ട് കണക്ഷൻ, നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ ആവശ്യത്തിന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമാണ്, ആവശ്യത്തിലേറെ കൊടുത്താലും കുഴപ്പമാണ്, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ആവശ്യത്തിലേറെ സ്വാഭാവികമായിട്ടും കണക്ഷൻ്റെ കൂടെ സംശയത്തോടു കൂടി കൊടുക്കുന്നതാണ് പലരും. അപ്പോൾ ഇതൊരു ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിലേക്ക് ഇപ്പോൾ നമ്മളൊരു പ്രീ സെക്ഷൻ കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് പവർ ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പവർ സെക്ഷൻ ഓൺ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിനകത്തേക്കുള്ള പവർ ആംപ്ലിലേക്കുള്ള സിഗ്നൽ ഡിസ്കണക്ട് ചെയ്യാം. ഇനി ഇത് ഓൺ ചെയ്യാണ്. ഇപ്പോൾ ആംബ് ഓണാണ്, ഹമ്മ് നോയ്സ് ഒന്നുമില്ല. ഓഡിയോ സെക്ഷൻ എന്നാണ് പവറിലേക്ക് കയറണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇൻപുട്ട് ഉണ്ട്, റെഡിയാണ്. അപ്പോൾ ഈ ഒരു പവർ സെക്ഷനിലേക്ക് പവർ പക്കയാണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതിലേക്ക് നമ്മളൊരു പ്രീ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഏതാണോ നമ്മളെ സോഴ്സ് വരുന്നത് ആ ഓഡിയോ ലൈൻ നമ്മൾ എടുത്തിട്ട് അവിടെ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ എന്താ സംഭവം, അതിനകത്ത് ആ പ്രീക്ക് വേണ്ടി മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ പ്രീക്ക് വേണ്ടി ഒരു പവർ അത് കണക്ട് ചെയ്തു, അതിൻ്റെ സിഗ്നൽ എടുത്തു, അതെല്ലാം സെറ്റാക്കി. അത് വളരെ സിമ്പിളായിട്ട് എല്ലാവരും കണക്ട് ചെയ്യും. ഒരു പ്രീ സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്, ഇപ്പോൾ ഒരു USB പാനൽ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഒരു 5 വോൾട്ട് കണക്ട് ചെയ്യുന്നു, സിഗ്നൽ ഔട്ട് എടുത്ത് ഔട്ട്പുട്ട് ഇടുന്നു. ചിലർ ഒരു വോളിയം കൺട്രോൾ വെക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഗെയിൻ ലെവലൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ അതിന്ന് എടുത്ത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോഴും നോയ്സ് ഇല്ല, ഹമ്മിങ് ഇല്ല, ഒന്നുമില്ല. എന്താ കാര്യം, നമ്മൾ ഇതുപോലെ അനാവശ്യമായ ഗ്രൗണ്ടിങ് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗ്രൗണ്ടിങ് അതിലുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ആ പ്രീ അടക്കം മറ്റ് സോഴ്സ് അടക്കം ഇങ്ങനെ ഒന്നിൽ ഉൾക്കൊള്ളിക്കുമാണ് ആ കൺഫ്യൂഷനിൽ പലതരത്തിലുള്ള ഗ്രൗണ്ട് അവിടെ ഇവിടെയൊക്കെ വരുന്നത്. അപ്പോൾ നോയ്സ് വരും. നേരത്തെ വന്ന പോലെ നമ്മളത് ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ ഇതുപോലെ ചിലത് കൊടുക്കാൻ നമ്മൾ വിട്ടുപോവുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ മതി എന്ന് വിചാരിച്ച് അത് മതിയാവും എന്ന് വിചാരിച്ച് കൊടുത്താലും മതിയാവില്ല. അത് കണ്ടെത്തി മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ രീതിയിൽ 2 രീതിയിൽ ഗ്രൗണ്ട് പ്രശ്നം വരാം. ഈ ഗ്രൗണ്ട് കാരണം വരുന്ന ഹമ്മിങ് അതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ തീരില്ല. അതിൻ്റെ പ്രശ്നം പെട്ടെന്ന് കണ്ടെത്താനും കഴിയില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഭവമാണ് സാധാരണ ഗ്രൗണ്ടിങ്. പക്ഷേ അത് നമ്മൾ പണ്ടൊക്കെ വീഡിയോസിൽ പറയുന്ന പോലെ ഇപ്പോൾ പവർ സെക്ഷൻ ക്ലീൻ ആണെന്ന് മനസ്സിലായില്ലേ. ഇനി ഇതിലേക്ക് വരുന്ന ഫസ്റ്റ് ഇൻപുട്ട് ലെവൽ എവിടെയാണോ അവിടെ മുതൽ ട്രേസ് ചെയ്ത് പോയാൽ വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടെത്താം. ഇപ്പോൾ സിഗ്നൽ ഇൻപുട്ടിലേക്ക് നമ്മളിപ്പോൾ ഈ കണക്ഷൻ കൊടുത്താൽ ഹമ്മിങ് വരും. അപ്പോൾ ഹമ്മിങ് വരുന്ന പോയിന്റ് എവിടെയാണ് അത് കണ്ടെത്തി ആ പോയിന്റ് എത്തുന്നത് വരെ. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ഈ നമ്മുടെ ഫ്യൂടെക്കിൻ്റെ ഒരു കിറ്റ് ഈ ഭാഗത്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂടെക്കിൻ്റെ കിറ്റിൻ്റെ ഇൻപുട്ട് അങ്ങോട്ട് കയറുമ്പോഴാണ് ഹമ്മിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുവിധ ആളുകൾക്ക് പ്രശ്നം എന്താ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ പവർ സപ്ലൈ അതിലേക്കുള്ളത് പക്ക ക്ലീൻ ആയി കഴിഞ്ഞാൽ ഇത് ക്ലിയറായി. പക്ഷേ ഒരു ഗ്രൗണ്ടിങ്ങിലൂടെ അത് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വയർ കണക്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക, എന്നിട്ടത് മനസ്സിലാക്കിയെടുക്കുക. അതൊരു പ്രാവശ്യം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പല സ്ഥലത്തും അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്തെടുക്കുന്ന ആ ഒരു അറിവിനോളം വരില്ല മറ്റൊന്നും. അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ശരിയാണെങ്കിൽ പക്ഷേ മറ്റൊരു ആംപ്ലിഫയറിൽ അതായിരിക്കില്ല ശരി. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുക. സബ്വൂഫറിന് ഹമ്മിങ് വരുന്ന അതിൻ്റെ കാരണം, അതിൽ പതറിച്ച് വരുന്നതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഉൾപ്പെടുത്തി വീഡിയോ ഉണ്ടാക്കി. അതിലും ഇതേപോലെ കാരണങ്ങൾ പറയുന്നുണ്ട്. അത് പക്ഷേ പവർ ഡ്രോപ്പ് ആയതും പവർ കൂടിയതിൻ്റെയും പ്രശ്നമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹമ്മിങ്ങിൻ്റെ പ്രോബ്ലം ആയിട്ട് വരുന്ന വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹോം തിയേറ്ററുകളിലും ആംപ്ലിഫയറുകളിലും ഒക്കെ വരുന്ന ടോട്ടൽ ഹമ്മിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഒരാവശ്യം വരികയാണെങ്കിൽ കണ്ടു നോക്കുക.